الحمد لله والصلاة والسلام على رسول الله أما بعد فأوصيكم عباد الله وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي صدق الله العلي العظيم. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മദ്രസ മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികളെ, ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാൻ പറ്റിയ സന്ദർഭമല്ല എന്ന് ഇവിടെ ഈ അനൗൺസ് ചെയ്യുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവിടെ നടക്കേണ്ടത് ക്ലാസ്സാണ്, പഠന ക്ലാസ്. ആ ക്ലാസ് നടത്തേണ്ട ആൾ വളരെ തയ്യാറെടുത്തുകൊണ്ട് ഈ സ്റ്റേജിൽ തയ്യാറായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിനൊരു കോട്ടം വരുത്തരുത് എന്ന സതുദ്ദേശത്തോടുകൂടി വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ നമ്മുടെ ബഹാവുദ്ദീൻ മുഹമ്മദ് നബി അവർ വളരെ സാരഗർഭമായ, അറബിയിൽ പറഞ്ഞാൽ ധന്യവും മാന്യവുമായ ഒരു ക്ലാസ്സാണ് ഇവിടെ അവതരിപ്പിച്ചത്. പറയേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി, തടയേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തി. അങ്ങനെ എല്ലാ തരത്തിലും വളരെ പ്രധാനമായ ഒരു ക്ലാസ്സാണ് അദ്ദേഹം നടത്തിയത്. സമയമാണെങ്കിൽ അതിക്രമിച്ചു. ഇനി ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഉദ്ഘാടന പ്രസംഗം നടക്കാറുണ്ട്. തങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. നാളെ മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഈൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ല വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖ വഅൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ. 4 കാര്യങ്ങളെ സംബന്ധിച്ച് നാളെ മഹ്ശറിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിന് തക്കതായ മറുപടി പറയാതെ നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ അള്ളാഹു നമ്മെ അനുവദിക്കുകയില്ല. പല കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്ന വിഷയത്തിൽ സുപ്രധാനമായ 3-4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നത് ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. ആ മറുപടി പറയേണ്ട ആളുകളെ ഇൽമു പഠിച്ച ആലിമീങ്ങളും അതുപോലെ തന്നെ അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുള്ള നമ്മുടെ സമ്പന്നരായ മാനേജിംഗ് കമ്മിറ്റിക്കാരെ എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല, അവരുമാണ് അതിന് മറുപടി പറയുന്നത്. ഒന്നാമത് അത് ഉരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുഷ്കാലം, വയസ്സ് എന്തിനാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാണ് എന്റെ ആയുഷ്കാലം ഞാൻ ചെലവഴിച്ചത്, അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയും. രണ്ടാമത് അൻ ശബാബിഹി ഫീമാ അബ്ല, നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച് തന്റെ യുവത്വം എന്തിൽ നശിപ്പിച്ചു, എന്തിനാണത് ചെലവഴിച്ചത്, അത് ഉപയോഗപ്പെടുത്തിയ ചോദിക്കുമ്പോൾ നമ്മുടെ യുവത്വം ശരിക്കും നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തി, അള്ളാഹുവിന്റെ ദീൻ ശക്തിപ്പെടാൻ വേണ്ടി, അതിനെ ശാക്തീകരിക്കാൻ വേണ്ടി, അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ യുവത്വം ഞാൻ ചെലവഴിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. മൂന്നാമത് വാൻ മാലിഹി മിന്നൈനക്തസ്ബ വഫീമാ അൻഫഖ, എവിടുന്നാണ് സ്വത്ത് സമ്പാദിച്ചത്. സ്വത്ത് സമ്പാദിച്ച മാർഗം വളരെ നല്ല മാർഗമായിരിക്കണം. വഫീമാ അൻഫഖ, സമ്പാദിച്ച് കുമ്പാമാക്കി വെച്ചാൽ മാത്രം പോരാ, അതെവിടെ ചെലവഴിച്ചു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതുണ്ട്. നാലാമത് വാൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ. അള്ളാഹു നമുക്ക് നൽകിയ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട VKP അബ്ദുൽസലാം അവർ എത്തിയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ രോഗവും ശിഫയായി കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഘടനയെ നയിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ 4 വിഷയങ്ങൾ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ, തന്റെ ഇൽമിനെ സംബന്ധിച്ച് അത് പഠിച്ച ഇൽമ് എന്താണ്, ഇൽമ കൊണ്ട് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ആ കാര്യങ്ങൾക്കുള്ള മറുപടി പറയേണ്ട ആളുകളാണ് നമ്മുടെ ഈ മുമ്പിലുള്ളത്. ഒന്ന് ആലിമീങ്ങള്, മറ്റൊന്ന് നമ്മുടെ രാജ്യത്തുള്ള കലാജ്ഞന്മാരെ എന്ന് പറഞ്ഞുകൂടെങ്കിലും നമ്മുടെ ഓരോ ഹരിയുമുള്ള പ്രഗത്ഭരായ പ്രവർത്തകന്മാരൊക്കെയാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളിയെ സംബന്ധിച്ച് നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദ് അവരുടെ ക്ലാസ്സിൽ വളരെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കേരള മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത സൗഭാഗ്യങ്ങളും
ഞാമത്തുകളുമൊക്കെ വളരെ വിശദമായി പറഞ്ഞു. അതുകൊണ്ട് സമസ്ത എന്ന നമ്മുടെ സംഘടന, അതിന്റെ കീഴിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. 90-ാം വർഷം നമ്മുടെ 16-ൽ അത് ഫെബ്രുവരി മാസത്തിൽ ആഘോഷിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ കീഴ്ഘടകങ്ങളായ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ്, ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി മഹൽ ഫെഡറേഷൻ, അതുപോലെ SKSF, ഒരുപാട് സംഘടനകൾ, SKSBV, ഒരുപാട് സംഘടനകളുണ്ട്. അവരൊക്കെ വളരെ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ 90-ാം വാർഷികം വിജയിക്കുകയുള്ളൂ. ആ കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദ് അവരുടെ ഒരു കാര്യം വിട്ടുപോയോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അതായത് ഇപ്പൊ ഈ അടുത്ത ദിവസത്തായി കർണാടകയിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ വർഗീയതയും വിഭാഗീയതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പുസ്തകം കർണാടകയിൽ പഠിപ്പിച്ചുകൂടാ. അത് ഗവൺമെന്റിനെ കൊണ്ട് തടയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര പുസ്തകത്തിലാവുന്നില്ല, വളരെ നല്ല പുസ്തകമാണ്. നമ്മുടെ പുസ്തകത്തിന്റെ ഒപ്പം ഉണ്ടാക്കാതെ ഒപ്പം നിന്ന് കാശ് വാങ്ങി ചോറ് നിന്ന് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞു പോയ ആളെ ഇപ്പൊ നമ്മുടെ പുസ്തകത്തിനെ കുറിച്ച് ഇപ്പോഴാണ് മൂപ്പർക്ക് പറയാൻ തോന്നിയത്. അപ്പൊ അതുകൊണ്ട് വിശദമായിട്ട് പറയല്ല. നമ്മളെ നശിപ്പിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കാനും പല വിധത്തിലുള്ള കുപ്രചരണങ്ങളും നുണകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാലം വിദ്യാഭ്യാസ ബോർഡിന്റെ 50-ാം വാർഷികം കഴിഞ്ഞ് ഒരുപാട് കാലമായി. നമ്മുടെ പാഠപുസ്തകങ്ങൾ കോഴിക്കോട് അങ്ങാടി വാങ്ങാൻ കിട്ടും, കാസർഗോഡ് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങൾ കിട്ടും. ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തില് രാജ്യത്തെ നിയമങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് എതിർപ്പുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്ന ഒരു വാക്കാലുണ്ടെങ്കിൽ കാണിച്ചു തരാൻ കാതവരത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് അത്തരം ഭീഷണികളിലൊന്നും ആരും അകപ്പെടാതെ നമുക്ക് യാതൊരു തർക്കക്കോട്ടവും സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്ത വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉസ്താദന്മാരെ കൂടിയിട്ട് നമ്മുടെ ദഅവത്തിനൊരു കൈത്താങ് എന്ന ഒരു സംഭാവന പിരിവ് നിശ്ചയിച്ചു. എനിക്ക് വളരെ ആശങ്ക ഉണ്ടായി നടക്കുകയില്ല എന്നുള്ളത്. അതായത് വലിയ വലിയ സംഖ്യകളൊക്കെ ഈ 25 കോടിയുടെ ഒരു ഫണ്ട് നമുക്കുണ്ടാക്കി പ്രവർത്തനവുമായി മുന്നോട്ട് പറഞ്ഞപ്പോൾ ഇത് പൊതുജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയോ എന്നുള്ളത് വളരെ ആശങ്ക എനിക്കുണ്ടായി ഇതിന്റെ പ്രവർത്തനത്തിലേക്ക്. പക്ഷേ അള്ളാഹു തൗഫീഖ് കൊണ്ട് നമ്മുടെ ഉസ്താദ് പറഞ്ഞതുപോലെ പറഞ്ഞ തീയതിക്കും പറഞ്ഞ സമയത്തും നമ്മുടെ എല്ലാ മഹല്ല് ഭാരവാഹികളും എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ ഉസ്താദന്മാരും അതിനോട് സഹകരിച്ച് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്നുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഇനി അതിന്റെ പ്രവർത്തനങ്ങളും അത് ചെലവഴിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഉഷാറ കൂടിയ തീരുമാനമെടുക്കും. അതുകൊണ്ട് സമസ്തക്കരെ പോറേൽപ്പിക്കാൻ ഈ രാജ്യത്തൊരു ശക്തിക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ മാതൃക മുഅല്ലിം അവാർഡ് ദിനമാണ്. മാതൃകാ മുഅല്ലിമായി തെരഞ്ഞെടുക്കപ്പെട്ട എം ഹൈദർ മുസ്ലിയാർ, MSR നമ്പർ 9326, തിരൂരങ്ങാടി റേഞ്ച്, മലപ്പുറം വെസ്റ്റ്. ഉസ്താദ് അവർക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബഹുമാന്യനായ ഷെയ്ഖുന PKP അബ്ദുസ്സലാം മുസ്ലിയാർ ഉസ്താദ് അവർകളാണ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഷെയ്ഖുനയെയും അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈദർ മുസ്ലിം അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാതൃകാ മുഅല്ലിം എം ഹൈദർ മുസ്ലിയാർ, MSR നമ്പർ 9326, തിരൂരങ്ങാടി റേഞ്ച്, മലപ്പുറം വെസ്റ്റ്. അല്ലാഹു അക്ബർ. ആദരണീയനായ ഷെയ്ഖുന PKP അബ്ദുസ്സലാം മുസ്ലിയാർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദില്ലദീന ഇസ്തഫാ. ബഹുമാനപ്പെട്ട ഈ സംഗമത്തിലെ അധ്യക്ഷതവരുകളെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട ദീനന്റെ മുജാഹിദുകളെ,
ഞാൻ നിങ്ങളുടെ പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് മാത്രം ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു സംഗമം കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുലമായെ സംബന്ധിച്ചുള്ള മതിപ്പും അതിന്റെ എതിരിൽ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയും ആണ്. ഇതാണ് ഞാൻ ആദ്യമായി പറയാനുള്ളത്. പല പ്രശ്നങ്ങളും നമ്മളിടയിൽ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരം നാം കാണുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, മറ്റുദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ ഉള്ളൊരു തീരുമാനമാണ് MSR പുതുക്കുക എന്നുള്ളത്. MSR ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവരും പുതുക്കണം. അത് 3 വർഷം കൂടുമ്പോൾ നമ്മുടെ മറ്റുള്ള പുതുക്കുമ്പോൾ 3 വർഷം കൂടുമ്പോൾ പുതുക്കണം. കാരണം MSR ഉള്ളത് ആരുടെയോ കയ്യിലാണ്. യഥാർത്ഥ ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തകന്മാരുടെ കയ്യിൽ MSR ഇല്ല. അതില്ലാത്തതിന്റെ പേര് ആനുകൂല്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ സഹകരണം ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ സമസ്തയുടെ ഒരു വലിയ മഹാസമ്മേളനമാണ് വരാൻ പോകുന്നത്. അതിലൊക്കെ തന്നെ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് പോകുകയാണ്. നിങ്ങളാണ് പ്രവർത്തകന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ പത്രം, ഈ പത്രം ഇത്രമാത്രം എന്തുകൊണ്ട് വിജയിച്ചു? നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് വിജയിക്കുന്നത്. അല്ലെങ്കിൽ വിജയിക്കയില്ലായിരുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ ആപത്തും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല ആഫിയത്ത് മാർഗ്ഗം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാരക്കണം. മരിക്കുന്നവരെ ദർശനത്തിന് തൗഫീഖിന്റെ അടുത്ത് ദ്വാരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി സുവർണ സേവനത്തിനുള്ള അവാർഡുകളുടെ വിതരണമാണ്. തുടർച്ചയായി 50 വർഷം മദ്രസാ മൗലവിയുമായി സേവനം നടത്തിയ ആളുകൾക്കുള്ള അവാർഡുകളാണ് വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ അബ്ദുൾ റസാഖ് മുസ്ലിയാർ പുല്ലാട്ടിൽ തേഞ്ഞിപ്പാലം റേഞ്ച് മലപ്പുറം വെസ്റ്റ് ജില്ല, മുഹമ്മദ് മൊല്ല നെടുമ്പള്ളി കച്ചേരിപ്പടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് ജില്ല, അബ്ദുള്ള മൗലവി പി പാപ്പിനിശ്ശേരി റേഞ്ച് കണ്ണൂർ ജില്ല, മൊയ്തീൻകുട്ടി മുസ്ലിയാർ പെഴുങ്ങാടൻ അഞ്ചച്ചുവടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ്, KP മാമു മുസ്ലിയാർ ഇരിക്കൂർ റേഞ്ച് കണ്ണൂർ ജില്ല, ബീരാൻകുട്ടി മുസ്ലിയാർ അഞ്ചച്ചുവടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ്, MT ഹസൻ മുസ്ലിയാർ അല്ലളം റേഞ്ച് കോഴിക്കോട് ജില്ല. ഉസ്താദുമാർ തയ്യാറായിരിക്കുക. അവാർഡ് വിതരണമാണ് സ്റ്റേജിൽ നടക്കുന്നത്. ആദ്യമായി അബ്ദുൾ റസാഖ് മുസ്ലിയാർ പുല്ലാട്ടിൽ അവാർഡ് നൽകുന്നത് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ ബഹുമാന്യനായ മാണിയൂർ അഹമ്മദ് മൗലവി. അവാർഡ് സ്വീകരിക്കുന്നതിനു വേണ്ടി അബ്ദുൾ റസാഖ് മുസ്ലിയാർ പുല്ലാട്ടിൽ തേഞ്ഞിപ്പാലം റേഞ്ച് നൽകുന്നതിനു വേണ്ടി ആദരണീയനായ മാണിയൂർ ഉസ്താദ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് മുഹമ്മദ് മൊല്ല നെടുവള്ളി കച്ചേരിപ്പടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് നൽകുന്നത് PP ഉമർ മുസ്ലിയാർ കേന്ദ്ര മുഷാവറ മെമ്പർ PP ഉമർ മുസ്ലിയാർ അവാർഡ് നിർവഹിക്കുന്നു. മുഹമ്മദ് മൊല്ല നെടുവള്ളി കച്ചേരിപ്പടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് ജില്ല. അടുത്തതായി അബ്ദുള്ള മൗലവി TP പാപ്പിനിശ്ശേരി റേഞ്ച് കണ്ണൂർ ജില്ല നൽകുന്നത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പുറങ്ങ് SKJMCC വൈസ് പ്രസിഡന്റ് മൊയ്തീൻ മുസ്ലിയാർ പുറങ്ങ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അബ്ദുള്ള മൗലവി TP പാപ്പിനിശ്ശേരി റേഞ്ച്. അടുത്തത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പേഴിങ്ങാടൻ അഞ്ചച്ചവടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് നൽകുന്നത് SKJMCC വൈസ് പ്രസിഡന്റ് KK ഇബ്രാഹിം മുസ്ലിയാർ. മൊയ്തീൻകുട്ടി മുസ്ലിയാർ അടുത്തത് KP മാമു മുസ്ലിയാർ നൽകുന്നത് വാക്കോട് മൊയ്തീൻ ഫൈസി അൽ മുഅല്ലിം ചീഫ് എഡിറ്റർ വാക്കോട് മൊയ്തീൻ ഫൈസി.
KP മാമു മുസ്ലിയാർ, ഇരിക്കൂർ റേഞ്ച്, കണ്ണൂർ ജില്ല. ബീരാൻകുട്ടി മുസ്ലിയാർ, പാമ്പുകുടിയൻ, അഞ്ചിച്ചവടി റേഞ്ച്, മലപ്പുറം ഈസ്റ്റ്. നൽകുന്നത് MA ചേളാരി, ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജർ MA ചേളാരി. അടുത്തത് MT ഹസൻ മുസ്ലിയാർ, നൽകുന്നത് SK ഹംസ ഹാജി. MT ഹസൻ മുസ്ലിയാർ, നല്ലോണം റേഞ്ച്, കോഴിക്കോട് ജില്ല. ബീരാൻകുട്ടി മുസ്ലിയാർ. MT ഹസൻ മുസ്ലിയാർ, നല്ലോണം റേഞ്ച്, കോഴിക്കോട് ജില്ല. നൽകുന്നത് SK ഹംസ ഹാജി. അവാർഡ് വാങ്ങിയ ഉസ്താദുമാർ സ്റ്റേജിലേക്ക് വരണമെന്ന് ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ് അറിയിക്കുന്നു. ഒന്ന് എല്ലാവരും കൂട്ടായിരുന്നു ഉസ്താദിനെ കൂടെ നിൽക്കാൻ വേണ്ടി എല്ലാവരും വരും. അവാർഡുമായിട്ട് തന്നെ വരണം. എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രയാസമുണ്ട്. ഉസ്താദിന്റെ അഭ്യർത്ഥനയാണ് എല്ലാവരും വേദിയിലേക്ക് വരും അവാർഡുമായിട്ട്. വേദിയിൽ SK ജയം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുഅല്ലിം സെന്റർ പുറത്തിറക്കിയ മൗലിദ് കിതാബ് ബുറ CD മജ്ലിസുന്നൂർ എന്നിവയുടെ ഒരുമിച്ചുള്ള കിറ്റ് CKM സാദിഖ് മുസ്ലിയാർ പ്രകാശനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് ജമിയത്തുൽ മുഅല്ലിമീൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുസ്സമദ് മുട്ട. ബഹുമാന്യനായ CKM സാദിഖ് മുസ്ലിയാർ ജമിയത്തുൽ മുഅല്ലിമീൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുസ്സമദ് മുട്ടത്തിന് നൽകി പ്രകാശനം ചെയ്യുന്നു. അല്ലാഹു അക്ബർ. ഇപ്പോൾ പ്രകാശനം ചെയ്ത മൗലൂദ് കിതാബ് ബുർദ CD മജ്ലിസിനോട് ഒരുമിച്ച് 100 രൂപക്ക് ഈ നഗരിയിൽ ലഭ്യമാണ്. കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ പുറത്തിറക്കിയ മുഅല്ലിം സെന്റർ പുറത്തിറക്കുന്ന ഉപഹാരങ്ങൾ ഈ വേദിയിൽ വെച്ച് 100 രൂപക്ക് 3 കൂടെ ലഭ്യമാണ്. തൃക്കരിപ്പൂർ റേഞ്ച് സെക്രട്ടറിയായി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന ട്രഷററായി പ്രവർത്തിച്ച് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സമസ്തയുടെ കാര്യദർശിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് KT അബ്ദുള്ള മൗലവി അവരുടെ സംസ്ഥാന പ്രസിഡന്റ് CKM സാദിഖ് ഉസ്താദ് അവർ ആദരിക്കുകയാണ്. രണ്ടുപേരെയും ആദരവപൂർവ്വം ക്ഷണിക്കുന്നു.
നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ട്രാഫിക് പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരോട് എത്തിച്ചേരും. ളുഹർ ബാങ്കോടുകൂടി നമ്മുടെ ഒന്നാമത്തെ സെഷൻ അവസാനിക്കും. ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ കയറി ജമാഅത്തായി നിസ്കരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകളിൽ നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. ഭക്ഷണം കഴിച്ച ഉടൻ കൃത്യതയോടെ നമ്മൾ പരിപാടി നടക്കണം. എസ് വി ഇവിടെ എത്തിയിട്ടുണ്ട്. സമാപന സെഷൻ ആരംഭിക്കും. അതുകൊണ്ട് എസ് വിയുടെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അതാത് സീറ്റുകൾ വന്നിരുന്ന് ഇൻഷാ അല്ലാഹ് MA ഉസ്താദിന്റെ പദ്ധതി സമർപ്പണം കൂടി കഴിഞ്ഞ് 3:30 നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയങ്കരായ സഹപ്രവർത്തകരെ, തികച്ചും അവിചാരിതമായി ഒട്ടും ആഗ്രഹിക്കാതെ ഇങ്ങനൊരു പരിപാടി മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ അറിയുന്നത്. ക്ഷണക്കത്തെത്തിയപ്പോൾ ആ കത്തിൽ കൂടിയാണ് ഈ വിവരം ഞാൻ അറിയുന്നത്. ഞാനപ്പോൾ തന്നെ ഞെട്ടി. കാരണം ഇങ്ങനെയൊരു സ്ഥാനത്തിന് അർഹനല്ലാത്ത എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ശരിയായില്ല എന്ന് അപ്പോൾ തന്നെ സമൂഹ സാഹിബിനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ വിഭജിച്ചുകൊണ്ട് പുതിയ കമ്മിറ്റി രൂപം കൊള്ളുന്നു. അങ്ങനെ ആദ്യമായി കാസർഗോഡ് ജില്ലയുടെ പ്രഥമ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇന്നത്തെ ബഹുമാന്യനായ മൗലവി ചീഫ് ട്യൂട്ടർ ഉള്ളണം അവർകൾ ജനറൽ സെക്രട്ടറിയുമായി സ്ഥാനമേൽക്കണമെന്ന് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയായി എന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രഥമ കാസർഗോഡ് ജില്ലയുടെ പ്രസിഡന്റായി തുടർന്ന് ഒരുപാട് കാലം ഈ രംഗത്ത് എളിയ പ്രവർത്തനങ്ങൾ നടത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ഊഷ്മളമായ സഹകരണത്തോടെ ഇരു ജില്ലകളിലും വിനീതനായ എന്റെ പ്രവർത്തനം നടത്തിപ്പോന്നു. ആയിടക്കാണ് നമ്മുടെ ഭിന്നിപ്പ് സമസ്തയിലുണ്ടായത്. അൽഹംദുലില്ലാഹ്, അവിടെയും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ബഹുമാന്യനായ മാണിയൂർ ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ഞാൻ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ചു. MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സ്വന്തം നാടായ തൃക്കരിപ്പൂരിൽ അദ്ദേഹത്തിന് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം മാണിയൂർ ഉസ്താദിന്റെ ധീരമായ നേതൃത്വം, അതിന്റെ പിന്നിൽ കൈത്താങ്ങായി പ്രവർത്തിക്കുവാനും വിനീതനായ എനിക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖോടുകൂടി സ്വന്തം നാടിൽ പോലും അഥവാ തൃക്കരിപ്പൂർ റേഞ്ചിൽ പോലും ഒരു മദ്രസ പിടിച്ചു നിർത്തുവാൻ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് സാധിക്കാതെ വന്നത് മന്യനായ മാണിയൂർ ഉസ്താദിന്റെ ധീരമായ നേതൃത്വമാണ്. അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരവുകൾ പിടിച്ചുപറ്റുവാൻ എനിക്ക് സാധിച്ചിട്ടും ഇങ്ങനെയുള്ള ഒരാദരവിന് ഞാനൊരിക്കലും അർഹരല്ല എന്ന് വിനയത്തോടുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് സംഘടനാപരമായി സംസാരിക്കാനുണ്ടെങ്കിലും എനിക്ക് അതിന്റെ സമയമില്ലാത്തതിന്റെ പേരിൽ ഖേദിക്കുകയാണ്. രോഗാതുരനായി ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ ദുആയുടെ ഫലമായി ഈ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് നിങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കുവാൻ സാധിച്ചതിൽ തന്നെ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും ദുആഇനെ ഉത്കടമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഉസ്താദുമാരും വിനീതനായ എന്റെ ആഖിബത്ത് നന്നായി തീരുവാനും നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യ
ആരോഗ്യം നിലനിൽക്കുവാനും സംഘടനാ രംഗത്ത് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പുതിയ പുതിയ ഭീഷണികളെ ഇതുവരെ എങ്ങനെയൊക്കെ അതിജയിക്കാൻ നമുക്ക് സാധിച്ചുവോ അതിനും നല്ല നിലയിൽ വിജയിപ്പിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, KL5970 സ്വിഫ്റ്റ് കാറ് PKP ഉസ്താദിന്റെ വാഹനത്തിന് പോകുന്നതിന് വേണ്ടി മാറ്റി കൊടുക്കേണ്ടതാണ്. KL58G2970. അടുത്തതായി സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ. PP ഉമർ മുസ്ലിയാർ. കേന്ദ്ര മുഷാവറ മെമ്പർ PP ഉമർ മുസ്ലിയാർ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദരായ പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹബഹുമാനമുള്ള മുഅല്ലിം ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, വളരെ പ്രൗഢഗംഭീരവും അതിലേറെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു സദസ്സിൽ വളരെ അത്യാവശ്യവും അനിവാര്യവുമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ മഹാനായ ഡോക്ടർ മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അവറുകൾ മുഅല്ലിമീങ്ങളുടെ ബാധ്യതയും അവരുടെ ഉത്തരവാദിത്തങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളും വളരെ സവിസ്തരം ഇവിടെ പ്രതിബന്ധമായി. ഞാൻ അതിനെ അടിവരയിട്ട് ഒന്നുകൂടി ഓർമ്മ, മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് നേർവഴി സ്വീകരിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും അതിൽ തന്നെ ജീവിക്കാനും അതിൽ തന്നെ മരിക്കാൻ വേണ്ടിയാണ് എന്ന സത്യം വിശുദ്ധ ഖുർആനിന്റെ ഉടനീളം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് അള്ളാഹു സംവിധാനിച്ച വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അതിന്റെ തനത് ശൈലിയിൽ ഇവിടെ ഖിയാമത്ത് നാൾ വരെ പ്രബോധനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ബഹുമാനപ്പെട്ട ഉസ്താദാർ എന്ന് പറഞ്ഞത് തികച്ചും അന്വർത്ഥമായി ഇവിടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട മദർസ ഉസ്താദുമാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏതൊരു മെത്തേഡാണോ സ്വീകരിച്ചിരിക്കുന്നത് ആ മെത്തേഡ് യഥാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ മുഅല്ലിമീങ്ങളും മുദർരിസുമാരുമായ ഉസ്താദുമാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രംഗത്തെ മെത്തേഡിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉടനീളം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഈ വിശുദ്ധ വാക്യങ്ങളിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ മെത്തേഡ് എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്, അഥവാ ഏതൊരു മെത്തേഡാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് എന്നതാണ് ഈ ആയത്തിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തിലാവത്ത്, തസ്കിയത്ത്, തഅലീം, ഈ മൂന്ന് വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് ചെയ്തതെങ്കിൽ ആ ദഅവത്തിന്റെ യഥാർത്ഥ രൂപം ഇവിടെ നടപ്പിലെത്തുന്നത് ബഹുമാനപ്പെട്ട മുഅല്ലിമുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത് ഈ മുഅല്ലിമുകളുടെ സേവനം കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മുഅല്ലിമീങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് സമുദായ നേതാക്കന്മാർ അവരുടെ പുരോഗതിക്ക് വേണ്ടി മുഅല്ലിമീങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും സംസ്ഥയുടെ മുഷാവറയിൽ മുഅല്ലിമീങ്ങളെ സ്പർശിക്കാതെ മുഅല്ലിമീങ്ങളുടെ സേവനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ മുഅല്ലിമീങ്ങളുടെ പുരോഗതിയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ ഒരു മുഷാവറയിലും സാധാരണ ഉണ്ടാവാറില്ല. എപ്പോഴും അവരുടേതായ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യം നമുക്കുണ്ടാകുന്നത് ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്ന
ഈ മഹത്തായ സംഘമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളുടെ സേവനം ഈ സമുദായ മുഖവിലക്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ ചെയ്യുന്ന അമ്പിയാക്കന്മാരുടെ ഉത്തരവാദിത്വത്തിന്റെ നേരെ പകർപ്പ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളെ എത്രമാത്രം നാം സ്തുതിച്ചിരുന്നാലും അവരുടെ സേവനത്തിനെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല. അത്രമാത്രം സേവനങ്ങളാണ് അവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളുടെ സേവനം വളരെ വിപുലമാണ്. എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിക്കുകയും അതോടൊപ്പം സമസ്തയുടെ ഏത് പദ്ധതിയെയും വിജയിപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംഗമത്തിൽ നിങ്ങളോടൊപ്പം വന്നു ചേരാൻ സാധിച്ചതിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സാധിച്ചതിലും വളരെ സന്തോഷിക്കുന്നതോടൊപ്പം ഇനിയും ഈ മഹത്തായ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു കരുത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന് സർവ്വവിധ ആശംസകൾ നേരുന്നതോടൊപ്പം വിനീതരായ ഞങ്ങൾക്ക് ഇവരെയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശനമാണ് വേദിയിൽ. സുവനീർ പ്രകാശനം ചെയ്യുന്നത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ രജിസ്ട്രാറുമായിരുന്ന ഡോക്ടർ NIM അബ്ദുൽ ഖാദർ സാഹിബ് അവറുകളാണ്. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ റാഫി ഇളമ്പാറ. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ തയ്യാറാക്കിയ സുവനീർ പ്രകാശനം വേദിയിൽ നടക്കുന്നത്. അല്ലാഹു അക്ബർ. സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷെയ്ഖുന മാനിയൂർ അഹമ്മദ് മൗലവി ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما അഭിവന്യരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മഹാസംഗമത്തിൽ ഒരു ആശംസ നേരുന്നത് എനിക്ക് അളവറ്റ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അതിന് തൗഫീഖ് നൽകിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്നാൽ ഇപ്പോൾ ആശംസ നേരാനും സമയമില്ലാത്ത ഘട്ടത്തിലാണ് ഞാൻ മുമ്പിൽ നിൽക്കുന്നത്. ളുഹർ ബാങ്ക് ഇപ്പോൾ കൊടുക്കും. ബാങ്ക് പിടിച്ച ഉടനെ എല്ലാവരും പൊതുവെ ചെയ്ത് പള്ളിയിൽ കയറണമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ഒന്നും സംസാരിക്കാൻ ഈ സന്ദർഭത്തിൽ പിന്നെ ളുഹറിന് മുമ്പ് എന്റെ ആശംസ ഉണ്ടെന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ ഇത് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സാരഥി സംഗമം അല്ലെ, അഥവാ കേരളത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന മഹാന്മാരുടെ സംഗമം, പ്രത്യേകിച്ച് അവർക്ക് നേതൃത്വം നൽകുന്ന സാരഥികളുടെ സംഗമം. ആരാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റവൽ ബുഖാരിയു അബൂദാവൂദ തിർമിദിയു അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഈ സദസ്സിൽ പരിഭാഷപ്പെടുത്തേണ്ടതുമില്ല, വ്യാഖ്യാനിക്കേണ്ടത് തീരെ ആവശ്യമില്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല,
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു വസിയത്ത്, യാ അബൂ ഹുറൈറ തഅല്ലമിൽ ഖുർആന വഅല്ലിമുഹു നാസ, നീ ഖുർആൻ പഠിക്കുക, അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. വലാ തസാലു കദാലിക, നീ അങ്ങനെ തന്നെ ആയിത്തീരണം. ഹത്താ യഅതിയകൽ മൗതു, നിനക്ക് മരണം വരുന്നത് വരെ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക. ഫഇന്നഹു ഇൻ അതാകൽ മൗതു വഅന്ത കദാലിക, നീ അങ്ങനെ ആയിരിക്കെ നീ മരിക്കാൻ ഇടവന്നാൽ ഹജ്ജത്തിൽ മലായികത്തു ഇലാ ഖബരിക, ഹജ്ജത്തിൽ മലായികത്തു മലക്കുകൾ സന്ദർശിക്കാൻ വരുന്നതാണ് ഇലാ ഖബരിക, നിന്റെ ഖബറിലേക്ക്. നിന്റെ ഖബറിനടുക്കൽ സദാസമയത്തും മലക്കുകൾ സിയാറത്തിന് വരും, സന്ദർശിക്കാൻ വരും. മൂമിനുകൾ ഹജ്ജിന് പോകുന്ന മാതിരി ഇലാ ബൈത്തുല്ലാഹിൽ ഹറാം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഗേഹത്തിലേക്ക്, കഅബയിലേക്ക് മുഅ്മിനുകൾ ഹജ്ജിന് പോകുന്ന അതിലെ ആകാശത്തിലുള്ള മലക്കുകൾ നിന്റെ ഖബർ സന്ദർശിക്കാൻ വന്നുകൊണ്ടിരിക്കും. ആരെ ഖബർ? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവർ. മറ്റൊരു ഹദീസ് കൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു. ഖൈറുൻ നാസി, ആളുകളിൽ ഏറ്റവും ഉത്തമമായവർ, വഖൈറു മൻ യംസി അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത് നിൽക്കുന്ന ജീവികളിൽ ഏറ്റവും മഹത്വമുള്ള വിഭാഗം അൽ മുഅല്ലിമൂന ലി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്ന മഹാത്മാക്കളാണ്. മറ്റൊരു ഹദീസ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമു സിബിയാനി, കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന മഹാന്മാർ, തസ്തഗ്ഫിറു ലഹുൽ മലായികത്തു, അവർക്ക് വേണ്ടി മലായികത്ത് പൊറുക്കൽ നേടും. വദ്ദവാബു ഫിൽ അർളി, ഭൂമിയിലുള്ള സകല ജന്തുക്കൾ, വത്തുയൂറു ഫിൽ ഹവായി, അന്തരീക്ഷത്തിലുള്ള പറവകൾ, വൽ ഹീതാനു ഫിൽ ബിഹാരി, സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ. ആകാശത്തിലുള്ള മലക്ക് എന്തിനാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക്, ഉസ്താദുമാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? ആകാശത്തിൽ ഇങ്ങനെ ഒരു മലക്കുകൾ എന്നൊരു വിഭാഗമുണ്ട്, അല്ലാത്തൊരു പടപ്പുകളുണ്ട് എന്നിവിടെ പഠിപ്പിക്കുന്നത് ആരാണ്? അത് മുഅല്ലിമുകൾ, ഉസ്താദുമാർ അല്ലെ. പിന്നെ വദ്ദവാബു ഫിൽ അർളി, ഭൂമിയിലുള്ള സകല ജീവികൾ, പാമ്പ്, തേള്, ഇതൊക്കെ മുഅല്ലിമുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. കാരണം പാമ്പ്, തേള് മറ്റും ചില കണ്ടാൽ കൊന്നുകളയേണ്ട ജീവികളുണ്ട് അല്ലെ. അവയെ കൊല്ലുമ്പോൾ നിങ്ങൾ കൊല നന്നായി ചെയ്യണം, ഒരൊറ്റ അടിക്ക് കൊന്നുകളയണം, കൂടുതൽ അടിച്ചിട്ട് അവരെ പ്രയാസപ്പെടുത്തരുത്. ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? അത് മഹാന്മാരായ ഉസ്താദുമാരാണ്. അതുകൊണ്ട് അവർ പൊറുക്കലിനെ തോടുന്നു. അതുപോലെ ബിഹാരി, സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ, സമുദ്രത്തിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുമ്പോൾ വലിയൊരു മിട്ടി, എന്നാൽ നിങ്ങൾ ഉടനെ അതിനെ അറുക്കണം. അറുക്കൽ സുന്നത്താണ്. കാരണം കരയിൽ എത്തി, കടൽ ജന്തു കരയിലെത്തി കുറെ പെടച്ച് വിഷമിച്ച് മരിക്കേണ്ടി വരും. അറുക്കുകയാണെങ്കിൽ അറുക്കുന്ന സമയത്ത് നല്ല സുഖമാണ് ഉണ്ടാക്കുക. ആ അറുത്ത് തീരുന്നതോടുകൂടി ബോധം നഷ്ടപ്പെട്ടു പോകും. അതിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും അത് അറിയുകയില്ല. അതിവിടെ പഠിപ്പിക്കുന്നത് ആരാണ്? ഉസ്താദുമാരാണ് അല്ലെ. അതുപോലെ നിങ്ങൾ അറുക്കുമ്പോൾ കത്തിക്ക് മൂർച്ച കൂട്ടണം, അതൊക്കെ ആര് പഠിപ്പിക്കുന്നു? അതുകൊണ്ട് മലക്കുകളൊക്കെ വെറുതെ പൊറുക്കലിനെ തേടുന്നതല്ല, അവർ പൊറുക്കലിനെ തേടാൻ ബാധ്യസ്ഥരാണ്. ഒരു ഹദീസ് കൂടി, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം, അന്നഹു ഖാല ഫീ ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅല്ലിമീൻ, അല്ലാഹുവേ മുഅല്ലിമുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ, വഅതിൽ അമാറഹും, അവരുടെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കണമേ. ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ്മാർ മരിച്ച റിപ്പോർട്ട് നോക്കുമ്പോ ആദ്യം അവരുടെ വയസ്സ് നോക്കിയാൽ മതി. 80, 85, 90, 110 വരെ വയസ്സ് പോയിട്ടുണ്ട്. ഉത്തരം കിട്ടിയ ദുആ എന്ന് പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ദുആരിക്കുന്നതല്ലേ. അതുപോലെ ബാരിക്കലഹും, പടച്ചവനെ അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം. ഫീ കസ്ബിഹിം, അവരുടെ ജോലിയിൽ, മആസിഹിം, അവരുടെ ജീവിതങ്ങളിൽ ഒക്കെ നീ ബറക്കത്ത് ചെയ്യണം. അതും ഇവിടെ എത്രയോ വലിയ ശമ്പളങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഈ പാവപ്പെട്ട ഉസ്താദുമാര് കടം കൊടുക്കുന്ന എത്രയോ അനുഭവങ്ങളില്ലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആന്റെ ബറക്കത്താണ്. ശമ്പളം കുറഞ്ഞു പോയാൽ ഒന്നും പേടിക്കേണ്ടതില്ല. അതുപോലെ മറ്റൊരു ഹദീസ് കൂടി, അല്ലാഹുമ്മ, അല്ലാഹുവേ ഇഗ്ഫിർ ലിൽ മുഅല്ലിമീന, ഹജ്ജത്തുൽ വദാഇലുള്ള ദുആണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ ഇഗ്ഫിർ ലിൽ മുഅല്ലിമീന, മുഅല്ലിമുകൾക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ. വഅതിൽ അഅമാറഹും, അവരുടെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കണം റബ്ബേ. വഅദില്ലഹും തഹ്ത ദില്ലിക,
യാതൊരു തണലും ലഭിക്കാത്ത ദിവസം, അർശിന്റെ തണലും മാത്രമുള്ള ആ ദിവസം അർശിന്റെ തണല് നൽകണമേ. അതും ഉസ്താദുമാർക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫഇന്നഹും യുഅല്ലിമൂന കിതാബക്കൽ മുനസ്സൽ. കാരണം നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനത്തെ ഒരു അവരാണ് മുഅല്ലിമുകൾ അഥവാ ഖുർആൻ പഠിപ്പിക്കുന്നവർ. ആ ഖുർആൻ പഠിപ്പിക്കുന്ന മഹാന്മാരുടെ 100,000 വരുന്ന മഹാന്മാരുടെ സാരഥികൾ സംബന്ധിച്ച ഒരു സംഗമമാണിത്. ഇതിനേക്കാളും വലിയൊരു സംഗമം നേരത്തെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ, അതുപോലെ ബഹാവുദ്ദീൻ ഉസ്താദ്, അതുപോലെ മഹാനായ സാദിഖ് ഉസ്താദ് ഒക്കെ പറഞ്ഞു ഉസ്താദുമാരുടെ മഹത്വം, വലിയ മഹത്വമുള്ള വിഭാഗം. ആ മഹത്വം ഇന്ന് വരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉസ്താദുമാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാവിയിൽ നമുക്കും അത് ലഭിക്കും. അതിനെ ബഹാവുദ്ദീൻ ഉസ്താദൊക്കെ തറപ്പിച്ച് പറഞ്ഞതാണ്. ആ നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം, അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്, ലോകത്ത് ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ ചിലയിടത്തൊക്കെ ഉണ്ടാകും. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റിലുള്ള ആളുകളെ മുഴുവനും ഇങ്ങനെ ഒന്നിച്ചിരുത്താൻ, അവരുടെ സാരഥികളെ ഒന്നിച്ചിരുത്താൻ അത് ഈ കേരളത്തിൽ സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം ഏറ്റവും ശക്തിപ്പെടേണ്ട ഈ കാലം, അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു. 90-ാം വാർഷികം, സമസ്തയുടെ 90-ാം വാർഷികം. അതൊരു ചെറിയ പരസ്യം വന്നാൽ മതി, അതൊരു മഹാസമ്മേളനമായി മാറും. അതിന് ഇവിടുന്ന് ആളുകൾ പോയില്ലെങ്കിൽ സംഗതി നടക്കും. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ആശയാദർശങ്ങൾ, അതിന്റെ പ്രവർത്തനം ഇവിടെ ശക്തിയായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അത് ഏറ്റവും ആവശ്യമായ സന്ദർഭമാണിത്. കൂട്ടത്തിൽ നമ്മുടെ സുപ്രഭാതം, കേരളം കണ്ട ഏറ്റവും നല്ല മലയാള പത്രം എന്ന് വാണിദാസ ഇളയാപൂരാണ് അല്ലെ അടുത്ത നടന്ന സംഗമത്തില് പറയുകയുണ്ടായത്. എല്ലാവരും പുകഴ്ത്തുകയാണ്. അമുസ്ലിംകള് നമ്മുടെ പത്രം കണ്ട ഇതാരുടെ പത്രമാണ്, വായിച്ച ഉടനെ ചോദിക്കുക ഇതാരുടെ പത്രമാണ്, ഇത് നല്ല പത്രം. എല്ലാവരും അഭിപ്രായം പറയുകയാണ്. അത് ചിലര് പറയുന്നത് ഇത് ചിലപ്പോ എല്ലാവരുടെയും പത്രം. ഒരിക്കലും ഒരു സുഹൃത്തിനോട് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളുടെ പത്രം ദേശാഭിമാനിയായല്ലോ എന്ന്. എന്താണിത്? പിണറായി വിജയന്റെ ലേഖൻ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പത്രം എല്ലാ നല്ല പത്രങ്ങളുമാകും. ഇന്ന പത്രാവില്ല എന്ന് പറഞ്ഞ ഒരു പത്രത്തിന്റെ പേര് പറഞ്ഞു. സിറാജാവൂല, മറ്റെല്ലാ പത്രവും. അതെന്താന്ന് ചോദിച്ചു. അത് മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണ്. അത് ആ രൂപം, ആ കോലം ഞങ്ങളുടെ പത്രത്തിൽ വരികയില്ല. മറ്റെല്ലാ നല്ല പത്രത്തിന്റെയും കോലം ഞങ്ങളുടെ പത്രത്തിൽ വരും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും അംഗീകരിച്ചത്, ആർക്കും ആക്ഷേപമില്ല. വിവിധ പാർട്ടികളുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മുടെ പത്രത്തെ പറ്റി ആക്ഷേപമില്ല. അങ്ങനെയുള്ളൊരു പത്രം, അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കീഴിൽ നടക്കുന്ന ഒരു പത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന്ന് 6 ലക്ഷം കോപ്പികൾ. ഉസ്താദുമാർ പറയുന്നത് 7 ലക്ഷമാക്കി മാറ്റണമെന്ന്. കാരണം അടിക്കാനുള്ള സൗകര്യക്കുറവാണ്. നമ്മളൊരു 10 ലക്ഷമാക്കി ഉയർത്തുക, അടിക്കാനുള്ള സൗകര്യം ഉസ്താദുമാർ തയ്യാർ ചെയ്യട്ടെ. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് വളരാനുള്ള എല്ലാ വളക്കൂറും ഒത്തൊരുമിച്ച ഈ സന്ദർഭത്തിൽ ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. കർണാടക ഹൈക്കോടതിയിൽ സമസ്തയുടെ മദ്രസകളിൽ രാഷ്ട്രവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹർജി കൊടുത്തു. എത്ര ഖേദകമാണ്! ഈ രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടി ഇവർ ഖുർആൻ ഹാജരാക്കിയേക്കുമോ ഭയപ്പെടുന്നു. അല്ലാഹു കാക്കട്ടെ. ഏതായാലും അത്തക്കാരെയൊക്കെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള നല്ല സന്ദർഭമാണ്. അതെല്ലാം ഉപയോഗപ്പെടുത്തണം. അതിനെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമയത്തിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചെറുവാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചടങ്ങിൽ ഏറ്റവും പ്രൗഢമായ ഒരവസ്ഥക്ക് നാം സാക്ഷിയാവുകയാണ്. ശ്രീ യുവജസംഘത്തിന്റെ സംസ്ഥാന ട്രഷററും നമ്മുടെ ആവേശവുമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. സുപ്രഭാതം 1-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് നാം എല്ലാവരും ഉള്ളത്. നേരത്തെ തന്നെ സുപ്രഭാതത്തിന്റെ വരിക്കാരായവരെ പുതുക്കുന്ന പ്രക്രിയയിലാണ് നാം എല്ലാവരും ഉള്ളത്. ബഹുമാനപ്പെട്ട കല്ലായി സാഹിബ് നേരത്തെ തന്നെ നമ്മുടെ വരിക്കാരനാണ്. അദ്ദേഹത്തിന്റെ 1 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്ന മുറക്ക് അദ്ദേഹത്തെ വീണ്ടും വരിക്കാരനായി ചേരാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ്.
ബഹുമാനപ്പെട്ടവരുടെ വരിസംഖ്യ വാങ്ങിക്കൊണ്ട് CKM സാദിഖ് ഉസ്താദ് അവർകൾ സുപ്രഭാതത്തിന്റെ ഒരു വർഷത്തെ ജില്ലയിലെ വരിക്കാരെ പുതുക്കുന്ന പ്രക്രിയ ഉദ്ഘാടനം ചെയ്യുന്നു. രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കും. കണ്ണൂർ ജില്ലയിൽ നാളെ 2 മേഖലയുടെ വരിക്കാർ ലിസ്റ്റ് ഏറ്റുവാങ്ങും. അല്ലാഹു അക്ബർ വലില്ലാഹിൽ